അപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ വെച്ച് ക്രാങ്ക് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്ത പണി കിട്ടി. പണി വേറൊന്നുമില്ല, സ്റ്റാർട്ടർ മോട്ടർ പോയി. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽസൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ ആർമേച്ചറൊക്കെ വേറെ ഏതോ വണ്ടിയുടെ വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയത് ഓർഡർ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ഇത് R1 സബ് ഫ്രെയിമാണ്. അപ്പോൾ ഇത് ഓൾറെഡി 2 പീസായിട്ട് ഒടിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിലെ എക്സോസ്റ്റിൻ്റെ ക്ലാമ്പ് തന്നെ ആ പീസൊക്കെ ഒടിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതും പുതിയത് വാങ്ങേണ്ടി വരും. ഇത് എക്സോസ്റ്റിൻ്റെ മിഡ് പൈപ്പാണ്. ഇതും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും റീപ്ലേസ് ചെയ്യണം. വണ്ടിയുടെ ബോൾട്ടൊക്കെ ഈ അവസ്ഥയിലാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ സോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും പാർട്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ സമയം കൊണ്ട് എൻജിൻ ഫ്രെയിമിൽ കയറ്റാമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ ഹെഡർ, കൂളിംഗ് സിസ്റ്റം അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ പുതിയ മിഡ് പൈപ്പും സബ് ഫ്രെയിം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി സ്റ്റാർട്ടർ മോട്ടറും പുതിയത് വന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വണ്ടിയുടെ വയറിംഗ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.